ഉരുളെടുത്തുപോയ ഉറ്റവരുടെ ഓർമ്മയിൽ കണ്ണീർക്കടലായി പുത്തുമലയിലെ ഹൃദയഭൂമി. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പുതുക്കി അവശേഷിക്കുന്ന മനുഷ്യർ മഹാദുരന്തത്തിന്റെ 1ാം വാർഷികത്തിൽ ഒരുമിച്ചു ചേർന്നത് നെഞ്ചുവിങ്ങുന്ന കാഴ്ചയായി. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മരിച്ചവർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. ഉരുളെടുത്ത മനുഷ്യരുടെ ഓർമ്മകൾ തേടി അവർ ഒരിക്കൽ കൂടി പുത്തുമലയിലേക്ക് മടങ്ങിയെത്തി. 266 മനുഷ്യർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ കണ്ണീരായി ഓർമ്മകൾ പെയ്യും. മഴ നനഞ്ഞ് പുത്തുമല ആ ഓർമ്മകളിൽ അലിഞ്ഞു. രാവിലെ മുതൽ ഒറ്റയ്ക്കും കൂട്ടായും മഹാദുരന്തത്തെ അതിജീവിച്ച മനുഷ്യർ പുത്തുമലയിലെ ഹൃദയഭൂമിയിലേക്ക് എത്തിത്തുടങ്ങി. മഹാദുരന്തം എടുത്തുപോകുന്നതിന് തൊട്ടുമുൻപ് വരെ ഒരുമിച്ച് ജീവിച്ച മനുഷ്യർ ഇവിടെ ഈ മണ്ണിൽ അവസാന യാത്രയിലും വേർപിരിയാതെ ചേർന്നുറങ്ങുന്നു. പ്രിയപ്പെട്ടവരുടെ കുഴിമാടങ്ങൾക്ക് മുന്നിൽ തേങ്ങലടക്കാൻ കഴിയാതെ ഉറ്റവർ വിതുമ്പി. പത്തും 7ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുമക്കൾ നിവേദും ധ്യാനും നിഷാനും ഒരുമിച്ചുറങ്ങുന്ന കുഴിമാടത്തിലേക്ക് അവർക്കിഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളും മിഠായികളുമായി എത്തിയ അമ്മ നെഞ്ചു പൊളിക്കുന്ന കാഴ്ചയായി. മകനായ പ്രശോഭിന്റെ ഓർമ്മകളിൽ വിങ്ങിപ്പൊട്ടിയ അമ്മയുടെ കണ്ണീർ ഈ മണ്ണിനെ പൊള്ളിച്ചു. അങ്ങനെ പേരറിയാവുന്നവരും അറിയാത്തവരുമായ മനുഷ്യർ ഉറ്റവർക്ക് ആദരമർപ്പിച്ചു. പുത്തുമലയിലും കണ്ടു വയനാടിന്റെ സ്നേഹവും ഒരുമയും. ബന്ധുക്കളുടെ കല്ലറയിൽ മാത്രം പൂക്കൾ അർപ്പിക്കാതെ എല്ലാ കുഴിമാടങ്ങളിലും അവർ ആദരവോടെ സ്നേഹപ്പൂക്കൾ സമർപ്പിച്ചു. നാടിന്റെ ആദരമർപ്പിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും കെ രാജനും മന്ത്രി OR കേളുവും അവരുടെ സ്മരണകൾ ചേർത്തുപിടിച്ചു. സർവമത പ്രാർത്ഥനകളുമായി ആത്മീയ നേതൃത്വവും മഹാദുരന്തത്തിന്റെ ഓർമ്മകൾ പുതുക്കി. ഇനി മടക്കം മരിക്കാത്ത ഓർമ്മകളുമായി. പുത്തുമലയിലെ കാറ്റിന് ഓർമ്മകളുടെ ഗന്ധമാണ്. നെഞ്ചുവിങ്ങുന്ന വേദനയിൽ ഉറ്റവർക്ക് ആദരമർപ്പിച്ച് അവർ മടങ്ങി. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നിന്നും മനു മാടപ്പാട്ട്, കൈരളി ന്യൂസ്.